നിങ്ങൾ ആ ചെറിയൊരു മുളം കഷ്ണവും അതിൽ നിന്ന് വന്ന ശബ്ദവും കേട്ടല്ലോ അല്ലേ? ഒരു നല്ല മഴയുടെ ശബ്ദം പോലെയോ ഒരു അരുവിയിൽ കൂടെ വെള്ളം ഒഴുകുന്നത് പോലെയോ ഒക്കെയുള്ള ഒരു ശബ്ദം അല്ലേ? അതിനകത്ത് നമുക്ക് എന്താണെന്നൊന്ന് നോക്കാം. ദേ ഇതാണ് സംഭവം. വേറെ കുറച്ച് ആൾക്കാർ അതിനകത്ത് ഒളിച്ചിരിപ്പുണ്ടേ. അതാരാണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്കൊന്നുകൂടെ ഞാൻ ആ ശബ്ദം ഒന്ന് കേൾപ്പിച്ച് തന്നിട്ട് ഞാൻ എന്താണെന്ന് കാണിച്ചു തരാവേ. ഇത് ഞങ്ങൾ പണ്ട് വയനാട് പോയപ്പോൾ മേടിച്ചതാണേ. പക്ഷേ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് എക്സിബിഷനിലും അപൂർവം ചില കടകളിലും ഞാനിത് കണ്ടിട്ടുണ്ട് കേട്ടോ. ആ വലിയ മുളം കഷ്ണത്തിനുള്ളിലെ സംഭവം അതാണ് കേട്ടോ. ആ വലിയ മുളയുടെ പുറത്ത് ഓരോ ചെറിയ ചെറിയ ഹോൾസ് ഇട്ടിട്ട് കൊച്ചു കൊച്ചു മുളയുടെ പീസ് കൊണ്ട് അകത്തോട്ട് പല ഡയറക്ഷനിൽ ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുകയാണ്. അതിനുള്ളിൽ ദേ ഇവന്മാരായിരുന്നു കേട്ടോ. ഇതെന്താ സാധനമെന്ന് ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവത്തില്ലായിരിക്കും. ഇതൊരു 10-15 വർഷം മുമ്പ് ഞങ്ങൾ മേടിച്ചതാണ് കേട്ടോ. പക്ഷേ ഒരു 5-8 വർഷം മുമ്പ് 2-3 കൊച്ചു കുഞ്ഞുങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഞാനിത് കാണിക്കാനായിട്ട് അവരെ കളിപ്പിക്കാനായിട്ട് ഞാൻ എടുത്തു കൊടുത്തു. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് താഴെ പോയപ്പോഴത്തേക്കും അതിനകത്തെ സാധനങ്ങളെല്ലാം കൂടെ പൊട്ടിച്ചെതറി താഴോട്ട് വീണു. അപ്പോഴാണ് മനസ്സിലായത് ഇതിനകത്ത് കിടന്നവന്മാരെ ചെറുപയറായിരുന്നു എന്ന്. എൻ്റെ ഭർത്താവിനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റെയറായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ വളരെ സൂക്ഷിച്ച് വെക്കുന്നതാണ്. ശരിക്കും ആ പയറെല്ലാം കൂടെ താഴെ വീണി ചെതറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് തീർന്നു. ആകെപ്പാടെ ശരിക്കും ഞാൻ പേടിച്ചു പോയി കേട്ടോ. ഇപ്പോഴും ദേ നിങ്ങളെ കാണിച്ചപ്പോൾ 3-4 പയറുമണി പുറത്ത് പോയിട്ടുണ്ട്. ഇനി എണ്ണിപ്പറക്കി വെച്ചിരിക്കുകയാണോ എന്ന് ആർക്കറിയാം. അതുകൊണ്ട് അതോടെ നുള്ളിപ്പറക്കി നമുക്കങ്ങ് തിരിച്ചിട്ടേക്കാം അല്ലേ? അന്ന് കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് വീണ സമയത്ത് അദ്ദേഹം ഇവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് ഓടിപ്പോയി ഞാൻ ചൂലെടുത്തുകൊണ്ട് വന്നെല്ലാം തൂത്തുകൂട്ടി എല്ലാം തിരിച്ച് പയറെല്ലാം അതിനകത്താക്കിയിട്ട് ടേപ്പൊക്കെ ഇട്ട് ചുറ്റി ഒന്നും അറിയാത്ത മട്ടിൽ അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇന്നും ഇതെടുത്തതും വീഡിയോ എടുത്തതോ വോയിസ് കൊടുക്കുന്നതോ ഒന്നും അറിയുന്നില്ല കേട്ടോ. ഇതൊക്കെ ഒന്ന് തുറന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ച് ദേ അതുപോലെ തെളിവൊക്കെ നശിപ്പിച്ച് തിരിച്ച് സെല്ലോ ടേപ്പ് ഇട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളും ഇതാരോടും പറയണ്ട കേട്ടോ. എനിക്കെന്തെങ്കിലും ഒന്ന് പറ്റിയാലോ ഞാൻ എവിടെയെങ്കിലും ഒന്ന് വീണാലോ ഒന്നും അദ്ദേഹത്തിന് ഇത്ര സങ്കടം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇതുപോലെ റെയറായിട്ടുള്ള സാധനങ്ങളിലോ സേവി സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ആൻറ്റീക്ക് ഐറ്റംസിലൊക്കെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിവരം അറിയും. അപ്പം നമ്മളിതെല്ലാം തിരിച്ച് ഒട്ടിച്ച് സെക്യൂർ ആക്കിയിട്ടുണ്ട്. തെളിവെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചും മറിച്ചും ചോദിക്കും. അപ്പം നിങ്ങൾ എന്താ പറയണ്ടേ? നമ്മളെല്ലാവരും കൂടെ തൊടുപുഴയിൽ ധ്യാനം കൂടാൻ പോയിരിക്കുകയായിരുന്നു കേട്ടോ. ചുമ്മാ ഒരു രസത്തിനാണേ.